ജയ ശ്രീ കൃഷ്ണ സുഹൃത്തുക്കളെ, മറ്റന്നാൾ കർക്കിടവാവാണ്. അപ്പോൾ കർക്കിടവാവിന് നമുക്ക് വരിയിടണം. അതിന് വേണ്ടി നാളെ, അതായത് ബുധനാഴ്ച 23-ാം തീയതി, ജൂലൈ 23-ാം തീയതി ബുധനാഴ്ച നമുക്ക് ഒരിക്കലെടുക്കണം. അതായത് ഉച്ചഭക്ഷണം മാത്രമായാൽ മതി. പിന്നെ മറ്റു നേരങ്ങളിലൊന്നും കഴിക്കരുത്. രാവിലെയും വൈകുന്നേരമൊന്നും കഴിക്കരുത്. അന്നമൊന്നും കഴിക്കരുത്. ഒരു പഴപലഹാരങ്ങളോ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ പാലൊക്കെ ആവുക, അല്ലെങ്കിൽ അതും ഇല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഉച്ചഭക്ഷണം മാത്രം മതി. പിന്നെ പിറ്റേനാൾ, അതായത് 24-ാം തീയതി, അതായത് നാളെ 23-ആണ്, പിന്നെ 24-ാം തീയതി വ്യാഴാഴ്ചയാണ് വരിയിട്ടുള്ളത്. അപ്പോൾ പുലരിക്ക് നീക്കണം. ഇത് സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പ് നീച്ചിട്ട് ഒരു 3-4 മണിക്ക് നീട്ടിട്ട് നന്നായി ശുചിത്വത്തോടെ നന്നായി കുളിച്ചിട്ട് നല്ല ഈർന്നോടെ ആണ് ബലിയിടേണ്ടത്. അത് കഴിഞ്ഞിട്ട് കർമ്മങ്ങളൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം വിളമ്പുമ്പോൾ, അതായത് എല്ലാ പലഹാരങ്ങളൊക്കെ ഉണ്ടാവണം. അതായത് നല്ലൊരു സദ്യ ആവണം, ഒരു പായസമൊക്കെ ഉണ്ടാവണം. അതൊക്കെ വിളക്കിൽ വെച്ച് വിളമ്പിയിട്ട് പൂർവ്വജന്മാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. അവരുടെ പേരിലാവണം അത് കഴിഞ്ഞിട്ട് നമുക്കൊക്കെ ഉണ്ണാം മറ്റന്നാൾ. അത് കഴിഞ്ഞിട്ട് അത് ഒഴുക്കി കളയണം എന്നൊക്കെയാണ് പറയുക. അതായത് എന്താ പറയുക, നമ്മൾ വരിയിട്ടില്ലേ രാവിലെ പുലർച്ചയോടുകൂടി, അപ്പോൾ ആ ചോറുണ്ടാവില്ലേ, ആ പിണ്ടമായ ചോറ്, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കാക്കയൊക്കെ കഴിച്ചിട്ട് അത് നമ്മൾ ഇങ്ങനെ ഒഴുക്കി കളയാമെന്നാണ് പറയുക. പക്ഷേ ഒഴുക്കില്ലാത്ത സ്ഥലങ്ങളാണ്, നിങ്ങൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നത് വെച്ചാൽ പശുക്കൾക്കും കൊടുക്കാം. അതായത് കൗസിനൊക്കെ നമുക്ക് കൊടുക്കാൻ വയ്ക്കും, എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഒഴുക്കുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ഏറ്റവും ഉത്തമമാണ്. പറ്റാത്ത സമയത്ത് അത് നമുക്ക് പശുക്കൾക്ക് കൊടുത്താലും മതി. जय श्री कृष्ण।